ചെങ്കണ്ണ് വരുമല്ലോ കുട്ടികൾക്കും വലിയവർക്കൊക്കെ. അപ്പം മല്ലി പൊടിച്ചെടുക്കാതെ മല്ലി വെള്ളത്തിലിട്ടിട്ട് തുണിയിൽ കെട്ടി വെള്ളത്തിലിടും. എന്നിട്ട് ആ തുണി കൊണ്ട് ഇങ്ങനെ വെള്ളം കണ്ണിലേക്ക് വയ്ക്കുക. വറവ് കിട്ടും. ടീച്ചറെ, ഇന്നിപ്പോൾ എന്നാ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം? ഇന്നിപ്പം പരിപ്പ് വെള്ളരിക്ക കറി. പരിപ്പ് വെള്ളരിക്ക കറി. ചാറായിട്ടാണോ അതോ? ചാറ് ചോറിന് കൂട്ടാനുള്ള ചാറ് വെച്ച് കൂട്ടാനുള്ളത് പരിപ്പ് കറി. പരിപ്പ് കറി വെള്ളരിക്കയും കൂടി ഒന്നുകൂടെ മാത്രം. വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്നതായിരിക്കും അല്ലേ? അടുപ്പത്ത് സാധാ വെക്കുന്ന പോലെ വെക്കുന്നത്. അതിൽ നമ്മൾ എന്ത് വേണമെന്നറിയോ? കുക്കറിൽ പരിപ്പ് ഞാൻ കുറച്ചൊരു അരമണിക്കൂറായി വെള്ളത്തിലിട്ടിട്ടുണ്ട് കഴുകിയിട്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തോടെ തന്നെ നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. കഴുകിയിട്ട് 2-3 പ്രാവശ്യം കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ്. പരിപ്പിട്ടു. പിന്നെ വെള്ളരിക്ക ഒരു ചെറിയൊരു കഷ്ണമാണ്. അത് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ടിടാം. ചെറിയ പീസ് വെള്ളരിക്ക. ചെറിയൊരു പീസ്, ഒരു 1/2 കിലോ ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ നമുക്കതിലോട്ട് ഒരു 4 പച്ചമുളക് കീറിയതിലോട്ടിടാം. ചെറിയൊരു വെള്ളരിക്കയ്ക്ക് കഷ്ണത്തിന് 4 പച്ചമുളക്. പരിപ്പുണ്ടല്ലോ, പരിപ്പ് ഒരു ഗ്ലാസ് പരിപ്പ്, നമ്മൾ ചായ കുടിക്കുന്നതൊക്കെ പൊട്ടുന്ന ഗ്ലാസ്സില്ലേ, അങ്ങനത്തെ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പരിപ്പുണ്ട്. അത് വെള്ളത്തിലിട്ടപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തോന്നുകയാണ്. വികസിച്ച് വരുമല്ലോ വെള്ളത്തിലിടുമ്പോൾ. അപ്പം ഇതിട്ടേ, എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിൽ. അപ്പം അത് വെന്ത് വരുമ്പോഴത്തേക്കും ഉപ്പ് അതിൽ പിടിച്ച് വന്നോളും. എന്നിട്ട് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് നമുക്ക് സ്റ്റവ് കത്തിക്കാം. സ്റ്റവ് കത്തിച്ച് സ്റ്റവിലേക്ക് വയ്ക്കാം. 2 വിസിൽ മതി. എന്താണെന്ന് വെച്ചാൽ പരിപ്പ് കുറേ വെള്ളത്തിൽ കിടന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ വെള്ളരിക്കയും കൂടി ഇട്ടതുകൊണ്ട് ഒരു 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഗ്യാസ് ഔട്ട് ചെയ്യാണ്ട് പുറത്തേക്ക് വിടാണ്ട് നമുക്കവിടെ വെച്ചാൽ മതി കുറച്ച് നേരം. അതിന് ശേഷം ഇനി അരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കുക. അരപ്പിന് അതിനിതാ ഒരു അരമുറി തേങ്ങ, ചെറിയ തേങ്ങ കേട്ടോ, അതിൻ്റെ ഒരു അരമുറി എടുത്തിട്ടുണ്ട്. അതിട്ട് അതിലേതാ ഒരു നുള്ള് ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവ നല്ലതാണ്, ഗ്യാസിൻ്റെ ഏതോ വയറുവേദനയൊക്കെ ഉണ്ടെങ്കിലേ. അതുപോലെ ജീരകം അതെ നല്ലതാണ്, നല്ല ജീരകം കേട്ടോ, അത് ചെറിയ ജീരകം. പിന്നെ ഇതൊരു 4 ഉള്ളിയുണ്ട് ചെറുത്. പിന്നെ 2 വെളുത്തുള്ളിൻ്റെ അല്ലിയുണ്ട്. ഇനി തീർന്നിട്ടില്ല. അതിലേക്ക് ഒരു ചെറിയ സ്പൂണിന് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ മുളക് പൊടി ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് മതി. അപ്പോൾ ഇതൊരു ചെറിയൊരു സ്പൂണുണ്ട് കേട്ടോ. ആവശ്യത്തിന് നോക്കിയിട്ട് ഇടുക. പിന്നെ ഇപ്പോൾ മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കണ്ട. പക്ഷെ മല്ലിപ്പൊടി നമുക്ക് നല്ലതാണ്, തലമുടിക്കൊക്കെ നല്ലതാണ്, കണ്ണിന് കുളിർമയ്ക്കൊക്കെ നല്ലതാണ് മല്ലി. ഇപ്പോൾ പണ്ടുള്ളവരൊക്കെ പറയും കണ്ണൊക്കെ നമുക്ക് ചെങ്കണ്ണ് വരുമല്ലോ കുട്ടികൾക്കും വലിയവർക്കൊക്കെ. അപ്പം മല്ലി പൊടിച്ചെടുക്കാതെ മല്ലി വെള്ളത്തിലിട്ടിട്ട് തുണിയിൽ കെട്ടി വെള്ളത്തിലിടും. എന്നിട്ട് ആ തുണി കൊണ്ട് ഇങ്ങനെ വെള്ളം കണ്ണിലേക്ക് വരും. അപ്പോൾ നമ്മൾ വേണമെങ്കിലും വേണ്ടെങ്കിലും ഒരു നുള്ള് മല്ലിപ്പൊടി കറികൾക്ക് ഇടുന്നത് നല്ലതാണ്.
കുറേശ്ശെ കുറേശ്ശെയായിട്ട് അതിൻ്റെ ഉപയോഗം നമുക്ക് കിട്ടും. മല്ലിയും മുളകൊക്കെ വീട്ടിൽ തന്നെ മേടിച്ച് വീട്ടിൽ തന്നെ മേടിച്ച് പൊടിപ്പിക്കുകയാണെങ്കിൽ വേറെ കൃത്രിമം ഉണ്ടോ, അതെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് പേടിക്കണ്ട. അതിൽ പാകത്തിൽ വെള്ളം ഒഴിച്ച് അരച്ചിട്ട് വരാം. അപ്പോഴത്തേക്ക് ഇത് വിസിൽ വിളിക്കട്ടെ. 2 വിസിലിനുള്ളിൽ ഇത് അരച്ച് വരും. 2 വിസിൽ ആകുമ്പോഴത്തേക്ക് ഇത് അരയ്ക്കും. നമ്മൾ മിക്സിയിലല്ലേ അരയ്ക്കുന്നത്. അപ്പോൾ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. നമുക്കിത് ഓഫാക്കാവേ. ഇനി അത് തണുത്ത് വരണം. നമ്മളിത് അരപ്പൊക്കെ അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വിസിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ തുറന്ന് നോക്കാം. പാകത്തിന് വെന്തിട്ടുണ്ട്. എന്നിട്ട് അരപ്പ് കറിയിലോട്ട് ഒഴിക്കാം. കറിയായി ഒന്ന് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞാൽ കറിയായി, ഒഴിച്ച് കൂട്ടാനുള്ള കറിയായി. ഓ, കുമ്പളങ്ങ ഇടാം. അതേപോലെ തന്നെ വാഴയ്ക്ക ഇടാം. ഉരുളക്കിഴങ്ങ് ഇടാം. കുറച്ചും കൂടി ഉപ്പ് വേണം കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇടാം. പിന്നെ എന്താണ്, പടവലങ്ങ ഇല്ലേ, പടവലങ്ങ ഇടാം. ഏത് വേണമെങ്കിലും ഇടാം. തക്കാളി ഇടാം. എന്നും പറയാം. പരിപ്പുള്ളത് കൊണ്ട് പിന്നെ ഏതും സെറ്റാവും. പരിപ്പുള്ളത് കൊണ്ട് ഉരുളക്കിഴങ്ങ് ഇടാതിരിക്കുക നല്ലത്. 2ഉം ഗ്യാസാണ്. പിന്നെ ഇപ്പോൾ ഇലക്കറി വേണമെന്നുണ്ടെങ്കിൽ ചീര മുറിച്ചിടാം പരിപ്പിൻ്റെ കൂടെ. മുരിങ്ങയില ഇടാം. മുരിങ്ങയില ഇപ്പോൾ കർക്കിടക മാസത്തിൽ കഴിക്കില്ല. ഇനിയിപ്പോൾ കർക്കിടകം കഴിയുമ്പോൾ കഴിക്കാം. തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ കറി റെഡിയായി. പിന്നെ വറവൊന്നും ഇട്ടാൽ കറി കൂട്ടാം. ടീച്ചറിൻ്റെ പുതിയ പ്രൊജക്റ്റുകളൊക്കെ, നാടകവും സിനിമയൊക്കെ ഉണ്ടോ ഇപ്പോൾ? നാടകം എന്ന് പറഞ്ഞാൽ നാടകത്തിന് ഞാനൊരു കൊല്ലം പോയിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അവിടെ പോയി താമസിക്കുക, പ്രശ്നം, ക്യാമ്പ്, അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് വെബ് സീരീസ് ഉണ്ട്. അപ്പോൾ ഒരു 2 വെബ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആൽബം ചെയ്തിട്ടുണ്ട്. പിന്നെ ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ട് പോകുന്നുണ്ട് ഞാൻ. ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ കയറിയിട്ടുണ്ട് ഞാൻ. 18-ാം തീയതി ഒരു ഡബ്ബിങ് ഉണ്ട്. എത്ര കലാകാരന്മാരാണെങ്കിലും ഡബ്ബിങ് അധികം പേർക്ക് വഴങ്ങാത്തൊരു സാധനമാണ്. പിന്നെ നമ്മൾ തന്നെ ചെയ്ത റോളാണെങ്കിൽ നമ്മൾ തന്നെ ഡബ്ബിങ് ചെയ്യുമായിരിക്കും അതിന് സൂട്ടാവുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ കഥാപാത്രത്തിനോട് യോജിച്ചിട്ട് നമ്മൾ സാഡ് ഉള്ള ഒരു സംഭവമൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ ആ ഷൂട്ടിങ് ചെയ്ത സമയത്ത് ഇത് ആലോചിച്ചിട്ട് നമുക്ക് ആ ഡയലോഗ് പറയാൻ സാധിക്കും. ഫിഗർ കിട്ടും. അപ്പോൾ അത് ഏറ്റവും നല്ലത്. പിന്നെ ഇപ്പോൾ വേറെ ഉള്ളവർ ചെയ്തതിൻ്റെ ഡബിങ്, ഷോർട്ട് ഫിലിമും വെബ് സീരീസും കേട്ടോ ഞാൻ ചെയ്യുന്ന ഡബിങ്. അത് ഡബിങ് ചെയ്യുമ്പോൾ നമ്മൾ ആ കഥയൊന്ന് വായിച്ച് അതേ കഥാപാത്രമായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് അത് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റാത്തവരുണ്ടാകാം, ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഡബിങ് കൊടുക്കും. അങ്ങനെയില്ല, ഡബിങ്ങിന് പോകും. പിന്നെ ഇപ്പോൾ സ്റ്റോറി കോപ്പി റൈറ്റിംഗ് ചെയ്യാൻ പറഞ്ഞാൽ അതിന് പോകും. 4 സ്റ്റോറി ഞാൻ കോപ്പി റൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് പോകും. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം അഭിനയത്തിനാണ്. പണ്ടേ അതെ, പണ്ട് ഇന്നൊന്നും പറയാനായില്ല. എവിടേക്കോ പൂർണ്ണത ഇല്ല, ആരൊക്കെയോ ആണ്. എന്നാലും ഒരു 10 ആൾ അറിയപ്പെടുന്ന ആളായോ ഇല്ലയോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോഴും.
എത്രയും പെട്ടെന്ന് അറിയപ്പെടുന്ന ആളായി ആവട്ടെ, ഇനി സമയമില്ല. നമ്മളെ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വറവിടാം. പിന്നെ ഇപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞില്ലേ, കുമ്പളങ്ങ, പടവലങ്ങ അതൊക്കെ ഇടാമെന്ന് പറഞ്ഞല്ലോ. അതേപോലെ നമുക്ക് സുലഭമായിട്ട് എല്ലാവരുടെ വീട്ടിലും മിക്കവാറും ഉണ്ടാവാറുണ്ട് കപ്പളങ്ങ. കപ്പളങ്ങ, കപ്പരങ്ങ, ഓമയ്ക്ക, പപ്പായ, ഇങ്ങനെയൊക്കെ പറയും പല പേരിൽ. അത് ഇട്ട് കഴിഞ്ഞാലും ടേസ്റ്റാണ്, കൂടുതൽ പിന്നെ എന്താണ് ഗുണപ്രദമാണ്. കെമിക്കൽസ് നല്ലത്. എല്ലാവർക്കും പിന്നെ പെട്ടെന്ന് കൂട്ടം ചെയ്യാം, പൈസ കൊടുത്ത് വാങ്ങണ്ട. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഒരു ചെറിയൊരു കപ്പളങ്ങ കൊണ്ടുവന്നാൽ ഇത്രയും പരിപ്പിലിട്ട് കഴിഞ്ഞാൽ ഇത്രയും തന്നെ കഷ്ണങ്ങളും ഉണ്ടാവും. നല്ല ടേസ്റ്റും ആയിരിക്കും. പരിപ്പ് കറി റെഡിയായി. ഇനി നമുക്ക് വിറവിടാം. കുറച്ചെണ്ണ ഒഴിച്ചാൽ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ഒരു 4-5 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതും കീറി മുറിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. വറവ് ഇട്ടു. കറി റെഡി. ആണോ? നല്ലൊരു വറവിടുമ്പോഴാണ് കറി ഫുള്ളാവുന്നത്. റെഡി ആയിട്ടുണ്ടേ. ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒഴിച്ച് വയ്ക്കാം. പിടിച്ചു. അപ്പോൾ നല്ല അടിപൊളി പരിപ്പ് വെള്ളരിക്കറി ടീച്ചർ തന്നെ പിടിച്ചോ. അത് കുറച്ചെടുത്തിട്ടൊന്ന് നോക്കി നോക്ക് ടേസ്റ്റ്. ചൂടായിരിക്കും അല്ലേ? ചൂടുണ്ടാവേ. അടിപൊളി, ഗംഭീരം. അതല്ലേ? ശരിക്കും നല്ല പായസം കുടിക്കുന്നവരെയും കുടിക്കാം. അതെ. അപ്പം ടീച്ചർ പറഞ്ഞ പോലെ നല്ല അടിപൊളി കറിയാണ്. അപ്പം അത് ടീച്ചർ ഉണ്ടാക്കിയ പരിപ്പ് വെള്ളരിക്കറി നല്ല സൂപ്പർ കറിയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ കപ്പളങ്ങയോ പടവലങ്ങയോ കുമ്പളങ്ങയോ എന്തും ഇട്ട് അവരവരുടെ ഇഷ്ടം പോലെ വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറി, സിമ്പിൾ കറി. എല്ലാവരും തന്നെ ഉണ്ടാക്കുന്ന കറി ആയിരിക്കും, എങ്കിലും ടീച്ചർ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ രുചി വേറെ തന്നെയാണ്. അയ്യോ, പരിപ്പ് വാങ്ങി വെച്ചാൽ മതി, അതിൻ്റെ കൂടെ ഏതും സെറ്റാവും. അപ്പോൾ എല്ലാവരും ഈ കറി ഉണ്ടാക്കുക, കമൻറ്റുകൾ അറിയിക്കുക അല്ലേ? അതെ അതെ, കമൻറ്റ്സ് വേണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക, ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യുക അല്ലേ? ഓക്കെ, നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം.